പുഷ്പവത്യുപയോഗാർത്ഥം യദ്വിദീർണം ഗൃഹാദികം സർവം തസ്യാ സ്നാനദിനേ മാർജയേച്ച ജലാദിഭിഃ. പുഷ്പവതി ഉപയോഗാർത്ഥം, പുഷ്പിണിയുടെ ഉപയോഗത്തിനായിട്ട്, ഋതുമതിയുടെ രജസ്വലയുടെ ഉപയോഗത്തിനായിട്ട് യദ്വിദീർണം പ്രവേശിപ്പിക്കപ്പെട്ട ഗൃഹാധികം സർവം എല്ലാ മുറികളും തസ്യ അവളുടെ സ്നാനദിനെ കുളി ദിവസം ജലാദിഭിഹി ജലാദികളാൽ മാർജനം ചെയ്യുകയും വേണം. ഇവിടെ നോക്കൂ, ഈ ധർമ്മശാസ്ത്രത്തിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത് രജസ്വലയായിട്ട് ഒരു പെൺകുട്ടി വന്നാൽ അവൾക്ക് എല്ലാ മുറികളിലും പ്രവേശനം ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. പ്രത്യേകിച്ച് അടുക്കളയിൽ പ്രവേശിക്കാറില്ല. അതിൻ്റെ കാരണം എന്താ? അശുദ്ധ രക്തം അവിടെ പോകും എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്ന മുറികൾ അവർ കുളിച്ചു കഴിഞ്ഞാൽ അത് ചാണകം മെഴുകി വൃത്തിയാക്കണം. ചാണകം മെഴുകി വൃത്തിയാക്കുന്ന കാലത്ത് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡൈനിങ് റൂമും സിറ്റ് ഔട്ടും എന്നൊക്കെ പറയുന്നത് ചാണകം മെഴുകിയിട്ടുള്ളതായിരുന്നു. വലിയ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കുറച്ചുകൂടി നമുക്ക് നീറ്റ്നെസ്സും ക്ലീൻലിനെസ്സും ഒക്കെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ വരുത്താം ധാരാളം. എല്ലാ ദിവസവും കുളിക്കാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ മാർജനം ചെയ്യണം. മാർജനം ചെയ്യുന്ന അടിച്ചുതളി നടത്തുക. പഴയ അമ്മമാരൊക്കെ അത് ചെയ്യുമായിരുന്നു. അവരുടെ വീടുകളിലൊക്കെ അടിച്ചുതളി. കുട്ടിയെ അടുക്കളയിൽ കയറ്റില്ല. ഒരർത്ഥത്തിൽ ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ, പീരിയഡ്സ് വന്നാൽ തന്നെ അവർക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. 1 ദിവസമെങ്കിലും 2 ദിവസമെങ്കിലും ഭർത്താവ് സപ്പോർട്ട് ചെയ്യണം അവരെ. ഒന്ന്, അവർ പീരിയഡ്സ് ആകുന്നതിൻ്റെ 1 ദിവസം മുമ്പ് തന്നെ അവർക്ക് ചില അസ്വാസ്ഥ്യങ്ങളുണ്ടാകും. ആ അസ്വാസ്ഥ്യങ്ങളെയൊക്കെ ഒരു ഹസ്ബൻഡ് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. പല വീടുകളിലും ഇന്നത് കാണാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അസ്വസ്ഥയായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീ വീട്ടിലെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടി വരുന്നു. ഭാര്യയും ഭർത്താവും മക്കളും മാത്രമുള്ള വീട്ടിൽ തൊഴിൽ ചെയ്യേണ്ടുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ നമ്മൾ ഓർക്കണം. അതും ഈ പ്രത്യേക സമയത്ത്, റെസ്റ്റ് വേണ്ട സമയത്ത് അവരെല്ലാ കർമ്മങ്ങളും ചെയ്ത് അവരുടെ മനസ്സും ശരീരവും ഒക്കെ തളർന്ന് അവർ കോപിക്കുന്നവളും ക്ഷിപ്രകോപിയും വായിൽ തോന്നിയതൊക്കെ പറയുന്നവളൊക്കെ ആയിട്ട് തീരും കാലക്രമത്തിൽ. അപ്പോൾ അങ്ങനെ വരുത്താൻ ഒരു ഭർത്താവ് അനുവദിക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും ഭർത്താവ് വീട്ടിലെ പാചകവും അതൊക്കെ ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്തു കൊടുക്കേണ്ടത്. ഒരു സ്ത്രീക്ക് സഹായിച്ചു കൊടുക്കണം വീട്ടിലെല്ലാം. അപ്പോൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി അവബോധത്തോടു കൂടിയിട്ട്, ഉൾക്കാഴ്ചയോടു കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തണം.